ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലവ്ലി ക്രാഫ്റ്റ്സ് ആൻഡ് ടേസ്റ്റി ഫുഡിന്റെ മറ്റൊരു ക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ വേസ് ആണ്. നമ്മൾ ഉപയോഗിച്ച് കളാറുള്ള പ്ലാസ്റ്റിക് ടിൻസ് ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ വേസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും കഴിയുന്നതും മുഴുവനായി വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതുപോലത്തെ 2 പ്ലാസ്റ്റിക് കപ്പ് വേണം. ഇതിപ്പോൾ ഒരു കപ്പ് നൂഡിൽസിൻ്റെ കപ്പാണ്. ഇതുപോലെ വേസ്റ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും 2 പ്ലാസ്റ്റിക് ടിൻസ് എടുക്കുക. രണ്ടും ഒരുപോലത്തെ സൈസ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കടകളിലൊക്കെ തന്നെ സാധനം വാങ്ങുമ്പോൾ ഇട്ട് തരാറുള്ള തുണി കൊണ്ടുള്ള കവർ, പിന്നെ ഇത് ഈ പൂക്കൂട് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ, പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം ഈ കവർ എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കുക. അതിനുശേഷം ഈ കോമ്പസ് ഉപയോഗിച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു സർക്കിളുകൾ വരച്ചെടുക്കുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ പൂക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ പുറത്തൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പൂ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ സർക്കിളുകൾ കട്ട് ചെയ്തെടുക്കുക. ആ കവറിനെ ഇങ്ങനത്തെ രീതിയിൽ മുറിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ള സർക്കിളുകളാണിത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ആ സർക്കിളിനെ ഒന്ന് 2ആയി മടക്കി ഒട്ടിക്കുക. അതിനുശേഷം അതിനെ ആ ഒരു ലെയർ പിടിച്ച് 2ആയി മടക്കി അതിൻ്റെ അരികുകൾ രണ്ടും ഗ്ലൂ ഉപയോഗിച്ച് നന്നായി ഒട്ടിച്ചെടുക്കുക. നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. ഇതുപോലെ ഓരോ പീസുകളും ഒട്ടിച്ചെടുക്കുക. ഇത് ഫെവിക്കോൾ ഉപയോഗിച്ചും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഉണങ്ങി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഗ്ലൂ ഗൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒട്ടിക്കാനുള്ള അത്രയും പൂ പോലെ ആക്കിയെടുക്കുക. ഇപ്പം നമ്മൾ പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഈ പാത്രം എടുത്തതിന് ശേഷം ഇതിനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഈ 2 പാത്രങ്ങളും ഒട്ടിച്ചെടുക്കണം. ഒന്നിന് മുകളിൽ മറ്റൊരു പാത്രം ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് നമുക്കായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂക്കൾ ഒട്ടിക്കണം. ഓരോ പൂക്കൾ വീതം ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂ ഒട്ടിക്കുന്ന പണി കഴിഞ്ഞു. ഇനി അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, ഇതിന് നമുക്കൊരു വൂളൻ ത്രെഡ് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇനി അതിനെ ബാക്കിയുള്ള പോർഷനിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ വൂളൻ ത്രെഡ് എടുത്തതിന് ശേഷം ഗ്ലൂ ഉപയോഗിച്ച് അതിനെ ആ ടിന്നിൻ്റെ മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് ചുറ്റിയെടുക്കുക. ഓരോ വരികളും മാക്സിമം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തന്നെ ചുറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ 2 ടിന്നിൻ്റെയും പുറം ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കണം. ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ടിൻ്റെ പോർഷനും ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവർ വേസിൻ്റെ പണി പൂർത്തിയാകാറായി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് അരികിലായി നമ്മൾ ആ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന മെറ്റീരിയൽ കൂടി ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ അരികിലായി വൃത്താകൃതിയിൽ
റിബൺ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പോർഷൻ കൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്കൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കി എടുക്കാം. ഇതാണ് സംഭവം. ഇതിപ്പോൾ ഞാൻ കപ്പ് നൂഡിൽസിൻ്റെ 2 ടിൻ ഉപയോഗിച്ചിട്ടാണ് ഈ 2 പോർഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൂളൻ ത്രെഡിന് പകരം നമ്മുടെ ജൂട്ട് ചണം അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിങ്ങനെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കടയിൽ സാധനം വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ വെക്കാനുള്ള ഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അല്ലാതെ ജസ്റ്റ് ഇവിടെ ഉണ്ടാകാതെ 2 ഫ്ലവർ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബൈ.